മണ്ഡല രൂപീകരണം മുതൽ യുഡിഎഫിനൊപ്പം നിന്ന് അരുവിക്കര മണ്ഡലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലാണ് ഇടതിനൊപ്പം ചേർന്നത്. നിലവിലെ സിറ്റിംഗ് എംഎൽഎ ജി സ്റ്റീഫനും കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ വി.എസ്. ശിവകുമാറുമാണ് ഇത്തവണ അരുവിക്കരയിൽ നേർക്കുനേർ പോരാട്ടം നടത്തുന്നത്. കരുത്തർ നേർക്കുനേർ വരുമ്പോൾ ആർക്കും വിജയം അത്ര എളുപ്പമാകില്ല. 2011-ലും 15-ലും 16-ലും UDF കോട്ട എന്ന വിശേഷണത്താൽ സമ്പന്നമായിരുന്നു അരുവിക്കര മണ്ഡലം. എന്നാൽ 2021-ൽ മാറി ചിന്തിച്ചു. സിറ്റിംഗ് MLA ആയിരുന്ന KS ശബരിനാഥനെ 5000 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് LDFന്റെ ജി സ്റ്റീഫൻ മണ്ഡലം പിടിച്ചെടുക്കുന്നത്. 2011-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ജി കാർത്തികേയൻ അന്ന് പോൾ ചെയ്യപ്പെട്ട വോട്ടിന്റെ 48.79% വോട്ട് നേടിയായിരുന്നു വിജയിച്ചത്. 10,674 വോട്ടിന്റെ ഭൂരിപക്ഷം. RSPയുടെ സ്ഥാനാർത്ഥി അമ്പലത്തറ ശ്രീധരൻ നായർ 46,123 വോട്ടും നേടി. BJPക്ക് അന്ന് നേടാനായത് 10,000-ൽ താഴെ വോട്ട് മാത്രം. ജി കാർത്തികേയന്റെ മരണത്തിനു ശേഷം സ്ഥാനാർത്ഥിയായി മകൻ KS ശബരിനാഥൻ. ആദ്യ മത്സരത്തിൽ തന്നെ ശബരിനാഥൻ കരുത്തുകാട്ടി. ശക്തമായ ത്രികോണ മത്സരം നടന്ന അരുവിക്കരയിൽ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക്. LDF സ്ഥാനാർത്ഥിയായി M വിജയകുമാറും BJP സ്ഥാനാർത്ഥിയായി O രാജഗോപാലുമായിരുന്നു എതിരാളികൾ. 7,000 ആയിരുന്ന BJP വോട്ട് ആ തെരഞ്ഞെടുപ്പിൽ 34,145 ഉയർന്നു. 2016-ലെ തെരഞ്ഞെടുപ്പിലും ആ വിജയം ആവർത്തിക്കാൻ ശബരിനാഥനായി. അന്ന് ജയം 21,314 വോട്ടിന്. എന്നാൽ 2021-ലെ തിരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറിയാണ് സംഭവിച്ചത്. UDFന് മണ്ഡലത്തിൽ അടിപതറി. LDF സ്ഥാനാർത്ഥി ജി സ്റ്റീഫന് 5,046 വോട്ടിന്റെ ജയം. BJP വോട്ട് ആ തിരഞ്ഞെടുപ്പിൽ 15,000-ആയി കുറഞ്ഞു. 11% വോട്ടാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണി ഉയർത്തിയത്. കോൺഗ്രസ് വോട്ടിൽ 6% കുറവും വന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മണ്ഡലത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നിയോഗിച്ചത് മുൻ മന്ത്രി വി.എസ്. ശിവകുമാറിനെ. ഔദ്യോഗിക പ്രഖ്യാപനം വന്നോടെ പ്രചരണത്തിലേക്കും കടന്നു. അരുവിക്കരയിലേക്ക് പാർട്ടി നേതൃത്വം എന്നെ നിയോഗിച്ചപ്പോൾ എന്റെ മനസ്സിൽ ആദ്യം ഉയർന്നു വന്ന ചിന്ത, ഞാൻ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകുന്നത്. LDFനായി സിറ്റിംഗ് MLA ജി സ്റ്റീഫൻ തന്നെയാണ് സ്ഥാനാർത്ഥി. വി.എസ്. ശിവകുമാറിലൂടെ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. എന്നാൽ ജി സ്റ്റീഫന്റെ ജനകീയ അടിത്തറയാണ് LDFന്റെ പ്രതീക്ഷ. രജീഷ് നരിക്കുനി, മീഡിയ 1, തിരുവനന്തപുരം.